ഗ്ലോറി ടു ഗോഡ്. ലിവിംഗ് ക്രൈസ്റ്റിലേക്ക് നിങ്ങൾ ഏവരെയും ഞാൻ ചേർന്ന് സഹായം ചെയ്യുന്നു. ഒരിക്കൽ കൂടി തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ വലിയവനായ ദൈവം എന്നെ സഹായിച്ച എല്ലാ വഴികൾക്കുമായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയരെ, പ്രാരംഭമായി ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് സൗത്ത് ആഫ്രിക്കയിൽ നിന്നും ജോൺ ബ്രദർ ആണ്. തൻ്റെ പ്രാർത്ഥന വിഷയം എന്ന് പറയുന്നത് തനിക്ക് പുത്തനായ ചില വാതിലുകൾ തുറന്നു കൊടുക്കേണ്ടതിനായിട്ടും തൻ്റെ തല മുതൽ പാദം വരെ ഒരു അത്ഭുത സൗഖ്യവും വിടുതലും സംഭവിച്ച് തന്നെ ഈ ദിവസങ്ങളിൽ വലിയ ഉയർച്ചയിലേക്ക് നടത്തേണ്ടതിനായിട്ട് തൻ്റെ ആഗ്രഹങ്ങളെ ദൈവം സാധിപ്പിക്കേണ്ടതിനായിട്ടും നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വലിയ സാന്നിധ്യം, ദൈവത്തിൻ്റെ വലിയ കരമിറങ്ങേണ്ടതിനായിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എൻ്റെ കൂടെ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ തന്നെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ദൈവിക വിടുതൽ സംഭവിക്കാൻ പോകുന്നു. ദൈവത്തിൻ്റെ കരം ചലിക്കാൻ പോവുകയാണ്. ആഴമായിട്ട് വിശ്വാസത്തോടെ പ്രാർത്ഥനയോടുകൂടെ നമുക്കിപ്പോൾ ഈ മകന് വേണ്ടി പ്രാർത്ഥിക്കാം. ബിസിനസ്സുകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. തൻ്റെ സ്ഥാപനങ്ങളുടെ വഴി ദൈവിക പ്രൊട്ടക്ഷൻ വെളിപ്പെട്ട് വരട്ടെ. എല്ലാ എതിരുകളും മാറേണ്ടതിനായിട്ട് എല്ലാവരും എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കണമെന്ന് ഓർപ്പിക്കുന്നു. നമുക്ക് ഒരുമിക്കാം. കർത്താവിൻ്റെ വലിയ കരം വെളിപ്പെടട്ടെ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവെ, പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങളുടെ മകന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഇതാ പുത്തൻ വാതിലുകൾ, താൻ എക്സ്പെക്റ്റ് ചെയ്യാത്ത അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ചില വാതിലുകൾ തൻ്റെ മുമ്പിൽ തുറക്കാൻ പോകുന്നതിനായി നന്ദി. പത്രോസിന് വേണ്ടി ആ ചൂണ്ടയിൽ കരുതിയ ദൈവം ഇതാ ഈ മകന് വേണ്ടി പുത്തനായി അൺഎക്സ്പെക്റ്റഡ് ആയ ഒരു വിടുതൽ തനിക്ക് വേണ്ടി ഇപ്പോൾ ദൈവം കരുതനായി നന്ദി. ഞാൻ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു പുതിയ വാതിൽ തുറന്നു വരുന്നത് എനിക്ക് കാണാം. ദൈവത്തിൻ്റെ കരം ചലിച്ചനായി നന്ദി. ദൈവമേ, ഇതുവരെയും മാനിച്ചതിനേക്കാൾ, ഇതുവരെയും നടത്തിയതിനേക്കാൾ അത്ഭുതകരമായി തന്നെ മുന്നോട്ട് നടത്തണമേ അപ്പ. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തണമേ അപ്പ. യേശുവേ, തിരുരക്തത്തിൽ ഞങ്ങൾ ഏൽപ്പിക്കുകയാണ്. ഒരു വലിയ വിടുതൽ, വലിയ സന്തോഷം തൻ്റെ ജീവിതത്തിനകത്ത് ദൈവം വെളിപ്പെടുത്തണമേ. പൂർണ്ണമായി ഞാൻ ഏൽപ്പിക്കുന്നു. കർത്താവേ, അതേ നിലയിൽ തന്നെ നിന്നുകൊണ്ട് തൻ്റെ ആരോഗ്യ സ്ഥാപനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തൻ്റെ ആരോഗ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. ഒരു രോഗവും വരാതെ ഈ ദിവസങ്ങളിൽ ദൈവിക കവറിങ്ങിൽ, ദൈവിക പ്രൊട്ടക്ഷനിൽ താനായിരിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. എല്ലാ എതിരുകളും മാറിയതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു എപ്പിസോഡിൽ ഞങ്ങൾ ക്ഷണിക്കുന്നു. കടന്നു വന്നാട്ടെ. പ്രിയരെ, മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ തിരുവചനവുമായി ഒരിക്കൽ കൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ വലിയവനായ ദൈവം എന്നെ സഹായിച്ച എല്ലാ വഴികൾക്കുമായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയരെ, എൻ്റെ കഴിവോ എൻ്റെ മിടുക്കോ അല്ല, കർത്താവിൻ്റെ കരമാണ് ഓരോ പ്രാവശ്യവും നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ എന്നെ സഹായിക്കുന്നത്. ആ നിലയിൽ നിന്നുകൊണ്ട് ദൈവവചനത്തിൻ്റെ ആഴം നിങ്ങളുമായി പങ്കുവയ്ക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു ദൈവവചനത്തിൻ്റെ വലിപ്പം നാം തിരിച്ചറിയാൻ പോവുകയാണ്. ദൈവവചനത്തിന് ദൈവത്തോളം ശക്തിയുണ്ട്. പ്രിയരെ, നാം ദൈവത്തെ വിശേഷിപ്പിക്കുന്നത് അവൻ അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവൻ എന്ന് ഉദ്ധരിച്ചുകൊണ്ടാണ്. അതേ നിലയിൽ തന്നെ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, വചനത്തിന് ദൈവത്തോളം ശക്തിയുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം പറയുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ആ നിലയിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ദൈവവചനത്തിന് ദൈവത്തോളം ശക്തിയുണ്ടെന്നും വചനത്തിൽ വിശ്വസിക്കുന്ന എനിക്ക് വേണ്ടി ഈ സമയത്ത് വാതിലുകൾ തുറക്കുമെന്നും നിങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കണം. ഒരു അസാധാരണ കാര്യം ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോവുകയാണ്. പ്രാർത്ഥനയിൽ നിൽക്കുന്ന നിങ്ങളെ നോക്കി ഞാൻ ആത്മാവിൽ ഈ സമയത്തൊന്ന് വ്യക്തമായി വിളിച്ചു പറയുന്നു, നിങ്ങൾ ഒരു സ്റ്റെപ്പ് കൂടെ വയ്ക്കാൻ തയ്യാറാകണം. പ്രാർത്ഥനയിൽ നിൽക്കുന്ന നിങ്ങളെ നോക്കി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുകയാണ്, നിങ്ങൾ അടുത്തൊരു സ്റ്റെപ്പിലോട്ട് പോകാൻ തയ്യാറാകണം. നിങ്ങൾ വചനം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായത്തിൽ സഖായിയെക്കുറിച്ചുള്ള ആഴമാണ് കാണുന്നത്. സഖായി യേശു എങ്ങനെയുള്ളവനെന്ന് കാണാൻ ശ്രമിച്ചു. ആത്മാവിൽ നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ നമ്മുടെ ശ്രമങ്ങളാണ് ദൈവം അത്ഭുതങ്ങളാക്കാൻ പോകുന്നത്. വിശ്വാസത്തിൽ ഈ വചന സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ കൂടുതൽ പ്രാർത്ഥിക്കാൻ ശ്രമിക്കണം. ഹല്ലേലൂയ. കൂടുതൽ ആരാധിക്കാൻ ശ്രമിക്കണം. കർത്താവിന് വേണ്ടി നിൽക്കുവാൻ ശ്രമിക്കണം. ഇതാ സഖായി യേശു എങ്ങനെയുള്ളവനെന്ന് കാണാൻ ശ്രമിച്ചു. പക്ഷേ അടുത്ത വാക്യം എഴുതിക്കുകയാണ്, സഖായി നീളത്തിൽ കുറിയവനായതുകൊണ്ട് അവന് കാണാൻ കഴിഞ്ഞില്ല. ശ്രമങ്ങളിൽ പലതും നടക്കാതെ വന്നിരിക്കാം, പക്ഷേ മടുത്തു പോകാതെ വീണ്ടും മുട്ടുന്നവർക്ക് വേണ്ടി വാതിൽ തുറക്കുമെന്ന് ഞാൻ ഈ ആരംഭത്തിൽ തന്നെ വിളിച്ചു പറയുകയാണ്. സഖായിയെ കുറിച്ച് അടുത്ത താഴോട്ടുള്ള വാക്യം, അവൻ മുമ്പോട്ടോടി കാട്ടത്തിയിൽ കയറി. എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ആത്മാവിൽ സ്വീകരിച്ചോ. ഇതാ ശ്രമിക്കുന്നവൻ മുമ്പോട്ട് സ്റ്റെപ്പ് വയ്ക്കും. അവൻ കാട്ടത്തിയിൽ കയറി എന്ന് പറയുമ്പോൾ ചില വിടുതലുകൾക്ക് വേണ്ടി ഒന്നുകൊണ്ടൊരു വില കൊടുക്കാൻ, ചില വിടുതലുകൾക്ക് വേണ്ടി കർത്താവിനോട് ഒന്നുകൊണ്ടും ചേർന്ന് നിൽക്കാനായിട്ട് നിങ്ങൾ തയ്യാറാകണം. കാരണം അങ്ങനെ വില കൊടുക്കുന്നവന് വേണ്ടി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 19-ന്റെ 6-ാമത്തെ വാക്യത്തിൽ അവനെ സന്തോഷത്തോടെ കൈക്കൊണ്ടു എന്നുള്ളതാണ്. ആത്മാവിൽ വിളിച്ചു പറയാം, നീ മുമ്പോട്ട് ഓടുവാനും കാട്ടത്തിൽ കയറുവാനും ശ്രമിച്ചാൽ നിനക്ക് വേണ്ടി ഒരു സന്തോഷത്തിന്റെ മറുപടി വരാൻ പോവുകയാണ്. ആത്മാവിൽ ഇന്ന് ഈ വചന സന്ദേശം കേൾക്കുമ്പോൾ
എന്നെ കേൾക്കുന്നവരെ, നിങ്ങളുടെ പ്രാർത്ഥനയുടെ ശ്രമം നിങ്ങൾ വർദ്ധിപ്പിക്കണം. നിങ്ങളുടെ ആരാധനയുടെ ശ്രമം നിങ്ങൾ വർദ്ധിപ്പിക്കണം. നിങ്ങൾ മടുത്തു പോകുന്നവരാകരുത്. നിങ്ങൾ എൻ്റെ കൂടെ ആഴമായിട്ടൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് അർഹതയില്ലാത്തത് ചിലത് വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥനയുടെ ശക്തി നിങ്ങൾ അറിയാൻ പോവുകയാണ്. ഒന്നുകൂടെ ഒരാഴം നിങ്ങളുമായി പറയുന്നത്, ഈ തിരുവചനം ശ്രദ്ധിക്കുമ്പോൾ വചനത്തിൻ്റെ ശക്തിയിൽ നമ്മളൊന്ന് ബലപ്പെട്ട് കഴിഞ്ഞാൽ 119 സങ്കീർത്തനം 105 വാക്യം പറയുന്നു, നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാണ്. ആ നിലയിൽ ഈ വചന സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ചിലർ നോക്കി ഞാൻ വിളിച്ചു പറയുകയാണ്, ഈ വചനത്തിന് എൻ്റെ പാതയെ തുറക്കാൻ കഴിയും, ഈ വചനത്തിന് എൻ്റെ മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയും. അങ്ങനെ ഒന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ 119 സങ്കീർത്തനം അതിൻ്റെ 42 വാക്യം പറയുന്നത്, യഹോവേ, ഞാൻ നിൻ്റെ വചനത്തിൽ ആശ്രയിക്കുന്നത് കൊണ്ട് എന്നെ നിന്ദിക്കുന്നവരോട് ഉത്തരം പറയാൻ ഞാൻ പ്രാപ്തനായി തീരും. ആത്മാവിൽ സ്വീകരിക്കുക. ദൈവത്തിൻ്റെ വചനത്തിനകത്തൊരു അത്ഭുതം ഞാനിതുകൾ കാണാൻ പോവുകയാണ്. ദൈവവചനത്തിൻ്റെ ശക്തി വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. അസാധാരണമായ ചില വിടുതലുകൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറക്കാൻ പോകുന്നു. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇന്നുവരെയും കാണാത്ത ചില വലിയ വാതിലുകൾ ഇപ്പോൾ ഈ വചനത്തിൽ നിൽക്കുന്നവർക്ക് വേണ്ടി തുറന്നു വരാൻ പോകുന്നു. ഞാൻ ആത്മാവിൽ ഈ ദിവസങ്ങളിൽ ചിന്തിക്കുന്ന ഏറ്റവും വലിയ ചിന്ത അറിയാം, ദൈവവചനത്തോട് ചേർന്ന് പ്രാർത്ഥിക്കുകയും നിലനിൽക്കുകയും ചെയ്യുന്നവർക്ക് വേണ്ടി ഓരോ മിനിറ്റിലും ഓരോ മണിക്കൂറിലും ദൈവിക വാതിലുകൾ ചലിക്കുന്നുണ്ട്. കൈറോസ് മൊമെൻറ്റുകൾ ചലിക്കുന്നു. ദൈവശബ്ദത്തിനകത്താണോ നിങ്ങൾ നിൽക്കുന്നത്? വെളിപ്പാട് പുസ്തകം 3:8 പറയുന്നു, ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു, ഇതാ ഞാൻ നിൻ്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അതാർക്കും അടച്ചുകൂടാ. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ, എങ്കിലും നീ എൻ്റെ വചനം കാത്തു, എൻ്റെ നാമത്തെ നിഷേധിച്ചുമില്ല. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഈ വചനത്തിന് വേണ്ടി നിൽക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുണ്ട്, നിനക്ക് വേണ്ടി ആർക്കും അടയ്ക്കാൻ പറ്റാത്തൊരു വാതിൽ എൻ്റെ ദൈവം തുറന്നു തരികയാണ്. എൻ്റെ ദൈവത്തിൻ്റെ വലിപ്പം നിങ്ങൾ കാണാൻ പോകുന്നു. ആ നിലകളിൽ ഈ വചന ശബ്ദമായിട്ട് നിൽക്കുമ്പോൾ ഇതാ ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും സ്വന്തം കഴിവിൽ സ്വന്തം മിടുക്കിൽ ആശ്രയിച്ചിട്ട് ഒന്നും കിട്ടാതെ നിൽക്കുന്നവൻ രാവിലെ വല കഴുകുകയാണ്. വല കഴുകുക എന്ന് പറഞ്ഞാൽ ഒരു മീൻ പിടിക്കുന്നവൻ്റെ ആഴമെന്ന് പറയുന്നത് ആ വല സൂക്ഷിച്ചാൽ അടുത്ത ദിവസം വലയ്ക്ക് പോകാമെന്നുള്ളതാണ്, അല്ലെങ്കിൽ മീൻ പിടിക്കാൻ പോകാമെന്നുള്ളതാണ്. അതിനകത്ത് പത്രോസ് വല കഴുകുമ്പോൾ അവൻ്റെ മുമ്പിൽ ആ ടൈമിൽ ഹല്ലേലൂയ ഒരു വാതിൽ തുറന്നു വരികയാണ്. ആത്മാവിൽ സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ കൈറോസ് മൊമെൻ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഓരോ മിനിറ്റിലും ഓരോ മണിക്കൂറിലും ദൈവിക ചലനങ്ങളുടെ വാതിലുകൾ ചലിക്കും. പത്രോസ് ആയിരിക്കുന്ന പടകിലേക്ക് യേശു വരികയും യേശു അവൻ്റെ പടക് ചോദിക്കുകയും ചെയ്യണം. വിട്ടുകൊടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ കർത്താവിന് മുമ്പിലേക്ക് വിട്ടുകൊടുക്കുക. നിന്റെ ജീവിതം ഒരു ഉയർച്ചയായി, നിന്റെ ജീവിതം ഒരു വലിയ സാക്ഷ്യമായി ദൈവം തീർക്കാൻ പോകുന്നു. അല്ലെങ്കിൽ ഒരു രാത്രിയിൽ ഒന്നും കിട്ടാത്തവൻ്റെ മുമ്പിൽ ഒരു വാക്കുകൊണ്ട് അവൻ്റെ പടക് മാത്രമല്ല അടുത്തുള്ള പടക് കൂടെ നിറയുകയാണ്. ഒന്നുകൂടെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറയാം. മാർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 46 മുതലുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ, തിമായിയുടെ മകനായി ബർത്തിമായി ഇതാ റോഡ് സൈഡിൽ ഇരിക്കുകയാണ്. അവൻ ഒരു യാചകനായിട്ടാണ് ഇരിക്കുന്നത്. അപ്പൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഈ മനുഷ്യൻ ഇന്നുവരെയും കേൾക്കാത്തൊരു ശബ്ദം കേൾക്കുകയാണ്. ആ ശബ്ദം എന്താണെന്ന് ചോദിക്കുമ്പോൾ അവിടെ നിൽക്കുന്നവർ പറയുന്നു, നസറേന യേശു ഇതാ ഇതുവഴി വരികയാണ്. നിങ്ങൾ ശ്രദ്ധിക്കാമോ? അവന്റെ സൗഖ്യത്തിലുള്ള വാതിൽ ഇതാ അവിടെ തുറന്നു വരികയാണ്. അവൻ യേശുവിനെ കുറിച്ച് കേൾവിയുള്ളത് കൊണ്ട് അവൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമെന്ന് അവൻ ഉച്ചത്തിൽ നിലവിളിച്ചു. ആ നിലവിളി പൊങ്ങിയപ്പോൾ അവന് വലിയ എതിർപ്പാണ് കണ്ടത്. ആ എതിർപ്പിന്റെ നടുവിൽ മടുക്കാതെ വീണ്ടും ഉച്ചത്തിൽ നിലവിളിച്ചു. അവന്റെ വിശ്വാസത്തോടുള്ള നിലവിളി ഇതാ യേശുവിനെ അവന്റെ മുമ്പിൽ നിർത്തുകയാണ്. നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ നിങ്ങളുടെ സൗഖ്യത്തിന്റെ വാതിൽ ഇപ്പോൾ ഈ വചന സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ തുറക്കുകയാണ്. നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് മുമ്പിൽ ഇതാ ചലനങ്ങൾ സംഭവിക്കാൻ പോകുന്നു. നിങ്ങളുടെ മുമ്പിൽ അസാധാരണ കാര്യങ്ങൾ ദൈവം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ കൂടെ പ്രാർത്ഥിച്ച് ചിലവരെ ദൈവം തുടരട്ടെ. ചിലവരെ ജീവിതത്തിനകത്ത് അസാധാരണ കാര്യങ്ങൾ സംഭവിക്കട്ടെ. ഞാൻ ആത്മാവിൽ തിരിച്ചറിയുന്നത് നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. ചിലവരെ ഇതാ ദൈവ സാന്നിധ്യം തൊടുകയാണ്. ചിലവർക്ക് വേണ്ടി അസാധാരണ വഴികൾ തുറന്നു വരികയാണ്. എൻ്റെ ദൈവം കടക്കാരനല്ല എന്ന് പറഞ്ഞുകൊണ്ട് ചിലതിനു വേണ്ടി അസാധാരണ വാതിലുകൾ തുറക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു വാതിൽ അടയുന്നു എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഇതാ അടുത്ത 7 വാതിലുകൾ നിന്റെ മുമ്പിൽ തുറന്നു വരികയാണ്. കാരണം എന്തെന്ന് ചോദിച്ചാൽ, നിനക്ക് മുമ്പിൽ ഒരു ശത്രു വന്നാൽ അത് 7 വഴിയെ തിരിച്ചു പോകുമെന്നുള്ളത് നിന്നോടുള്ള വാഗ്ദത്തമാണ്. നീ പട്ടണത്തിൽ വാലല്ല തല തന്നെയാകുമെന്നും പട്ടണത്തിൽ അനുഗ്രഹിക്കപ്പെടുമെന്നുള്ളതും നിന്നോടുള്ള വാഗ്ദത്തമാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ നീ ചുറ്റും തല ഉയർത്തി നോക്കാം, നിനക്ക് ഈ കാണുന്ന ദേശം ഞാൻ തരാമെന്ന് പറഞ്ഞ ആ ദൈവത്തിൻ്റെ കരമേത ചിലവർക്ക് വേണ്ടി വെളിപ്പെട്ട് വരികയാണ്. ആത്മാവിൽ സ്വീകരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ഇന്നൊരു പ്രത്യേക വിഷയമാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ വെക്കുന്നത്. ഞാൻ ആത്മാവിൽ ഇങ്ങനൊന്ന് വിളിച്ചു പറയുന്നു, പ്രാർത്ഥനയുടെ 5 ശൈലികൾ നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ നിങ്ങളായിരിക്കുന്ന സഭ, നിങ്ങളായിരിക്കുന്ന ഭവനം, നിങ്ങളായിരിക്കുന്ന പട്ടണം ഒരു ഉണർവിലേക്ക് വരാൻ പോകുകയാണ്. എന്നെ കേൾക്കുന്നവരെ, പ്രാർത്ഥനയുടെ 5 രീതികൾ അല്ലെങ്കിൽ 5 ശൈലികൾ നമ്മളൊന്ന് തിരിച്ചറിയാൻ പോവുകയാണ്. എൻ്റെ കൂടെ ആഴമായിട്ട് ഈ വിഷയത്തിനകത്തോട്ട് കടന്നു പറയുന്ന ഓർപ്പിക്കും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഒരു ദൈവപ്രവൃത്തി ഇപ്പോൾ സംഭവിക്കട്ടെ. തുടക്കത്തിൽ നാം യേശുവിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. യേശു നമ്മുടെ വഴികാട്ടിയാണ്. യേശുവിൻ്റെ ജീവിതം പ്രാർത്ഥനയുടെ ആഴമാണെങ്കിൽ
ഞാൻ വിശ്വസിച്ച് പറയുന്നു, അവൻ്റെ മക്കൾ അല്ലെങ്കിൽ അവൻ്റെ ശിഷ്യന്മാർ നാമും പ്രാർത്ഥിക്കേണ്ടവരാണ്. ആഴമായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് പ്രാർത്ഥനയുടെ ശൈലി അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ രീതിയെക്കുറിച്ച് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുമ്പോൾ യേശു പ്രാർത്ഥിച്ച വിധം ഒന്ന് കാണുകയാണ്. ഇതാ വലിയൊരു ക്രൈസിസിൽ ആ ക്രൂശീകരണത്തിന് മുമ്പായി യേശു പ്രാർത്ഥിച്ച രീതി നമ്മൾ കാണുകയാണ്. ഇതാ മത്തായിയുടെ സുവിശേഷം 26 അധ്യായം അതിൻ്റെ 39 വാക്യം. പിന്നെ അവൻ അല്പം മുമ്പോട്ട് ചെന്ന് കവന്നു വീണ്, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീങ്ങിപ്പോകണമേ, എങ്കിലും ഞാൻ ഇച്ഛിച്ചതുപോലെയല്ല, നീ ഇച്ഛിക്കുന്നത് പോലെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. യേശു കർത്താവ് ഇതാ ശിഷ്യന്മാരിരുന്ന സ്ഥലത്തുനിന്ന് അല്പം മുമ്പോട്ട് ചെന്ന് കവന്നു വീണ് പ്രാർത്ഥിക്കുകയാണ്. എന്നിട്ട് പറയാണ്, നിന്റെ ഹിതം പോലെ എന്നിൽ വെളിപ്പെട്ട് വരണം. ഞാൻ ആത്മാവിൽ ഈ ആരംഭത്തിൽ ചിലവരെ നോക്കി വിളിച്ചു പറയാണ്, ദൈവഹിതം വെളിപ്പെടേണ്ടതിനായി നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ ജീവിതത്തിനകത്ത് അസാധാരണ കാര്യങ്ങൾ ദൈവം ചെയ്യും. ഞാൻ ഒന്നുകൂടെ ഈ ദിവസങ്ങളിൽ ദൈവം എൻ്റെ അകത്ത് നിന്ന് ചിന്ത, അറിയ കഴുകൻ തൻ്റെ കുഞ്ഞുങ്ങളെ പറക്കാൻ പഠിപ്പിക്കുന്നത് പോലാണ്. അറിയ കഴുകൻ്റെ കൂട് 4 ലെയറാണെന്നാണ് എൻ്റെ അറിവ്. അറിയ ഏറ്റവും സോഫ്റ്റായ ആ ലെയറിലാണ് കഴുകൻ കുഞ്ഞുങ്ങളെ വിരിയിപ്പിക്കുന്നത്. എന്നാൽ അതിൻ്റെ വളർച്ചയ്ക്കനുസരിച്ച് ആ ലെയറുകൾ മാറ്റും. അവസാനം വലിയ മുള്ളുകൾ കൊണ്ടുണ്ടായ ആ ലെയറിൽ കഴുകൻ കുഞ്ഞ് ആ കൂട് വിട്ട് പറക്കാൻ തുടങ്ങും. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, നിന്റെ ജീവിതത്തിനകത്ത് എന്തെങ്കിലും പ്രതിസന്ധി വരുന്നുണ്ടെങ്കിൽ നീ ആ കൂട് വിട്ട് പറക്കാൻ തുടങ്ങുന്നത് നിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയാണ്. നീ പറക്കാൻ പഠിക്കാൻ പോവുകയാണ്. ഒന്നുകൂടെ എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, സേഫ് സോണുകൾ പൊളിയുന്നത് നിന്റെ ഡെസ്റ്റിനിയെ തിരിക്കാൻ വേണ്ടിയാണ്. കഴുകൻ്റെ വിളിയാണ് നിന്റെ വെളിയിൽ കിടക്കുന്നത്. കഴുകൻ്റെ ഉയർച്ച നീ കാണാൻ പോവുകയാണ്. കഴുകൻ്റെ കുഞ്ഞുങ്ങളെ കഴുകൻ പറക്കാൻ പഠിപ്പിക്കുന്നത് ഇതാ ആ കൂട്ടിൽ നിന്ന് തെള്ളി താഴേക്ക് ഇടുകയാണ്. ആ ഉയർന്ന കൂട്ടിൽ നിന്ന് ഇതാ കഴുകൻ കുഞ്ഞുങ്ങൾ ചിറകടിച്ച്, ചില കഴുകൻ കുഞ്ഞുങ്ങൾ താഴോട്ട് വരുമ്പോൾ തള്ളക്കഴുകൻ ഇതാ ആ ചിറകന്മേൽ വഹിച്ച് വീണ്ടും അതിനെ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോവുകയാണ്. നീ വീഴുമെന്ന് തോന്നിയാലും ഇതാ നിനക്ക് നിന്റെ ഡെസ്റ്റിനിയെ തിരിക്കാൻ, നിന്റെ ചിറകളെ ബലം വരുത്തുവാൻ, ഇതാ ഉയർന്ന മഴയ്ക്ക് മുകളിലൂടെ പറക്കുവാൻ, ഇതാ നിന്റെ ജീവിതത്തിനകത്തൊരു ബലം ഇപ്പോൾ കർത്താവ് പകരാൻ പോവുകയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ പ്രാർത്ഥനയുടെ ശൈലിയിൽ ഞാൻ നിങ്ങളെ വിളിച്ചു പറയുകയാണ്, യേശു കർത്താവ് അല്പം മുമ്പോട്ട് ചെന്ന് നിലമ്പാട് വീണ് കിടന്ന ദൈവഹിതത്തിനായി പ്രാർത്ഥിക്കുകയാണ്. ദൈവഹിതം വെളിപ്പെടേണ്ടതിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഒന്നുകൂടെ ഒന്ന് പറഞ്ഞാൽ, ദൈവസന്നിധിയിൽ ബലപ്പെടേണ്ടതിന് വേണ്ടി ലൂക്കോസിന്റെ സുവിശേഷത്തിൽ യേശു കർത്താവ് ഒരു കല്ലേറും ദൂരത്ത് നിന്ന് മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയാണ്. ആ മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ ദൂതൻ ഇറങ്ങിയതാ യേശു കർത്താവിനെ ബലപ്പെടുത്തുന്നത് കാണുകയാണ്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ദൈവത്തിൽ ബലപ്പെടേണ്ടതിനായി യേശു പ്രാർത്ഥിച്ചുവെങ്കിൽ ഈ മണിക്കൂറുകൾ പ്രാർത്ഥിക്കുവാനായി ആ പ്രാർത്ഥനയുടെ ശൈലിയെക്കുറിച്ചാണ് ഇനി ഞാൻ അങ്ങോട്ട് പറയാൻ പോകുന്നത്. നിങ്ങളുടെ ദേശത്ത് നിങ്ങൾ ഒരു ഉണർവിന് വേണ്ടി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങളുടെ കുടുംബത്തിനകത്ത് മറ്റുള്ളവരും കൂടെ ദൈവത്തെ അറിയണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരായി തീരണം. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഈ വിഷയങ്ങൾ നിങ്ങളുമായി പങ്കുവെച്ച് കഴിയുമ്പോൾ നിങ്ങൾ ഒരുമിച്ച് എൻ്റെ കൂടെ ചേർന്ന് ഒരു തീരുമാനത്തിലേക്ക്, ഹല്ലേലൂയ, കർത്താവുമായുള്ള തീരുമാനത്തിലേക്ക് നിങ്ങൾ വരണം. ഹല്ലേലൂയ, പ്രാർത്ഥനയിൽ ഞാൻ ബലപ്പെടും, എൻ്റെ ജീവിതത്തിനകത്ത് വഴി തുറക്കും. അങ്ങനെയൊക്കെ ഒന്ന് പ്രാർത്ഥിക്കുകയും ഒന്ന് ബലപ്പെടുകയും ചെയ്യാൻ തുടങ്ങിയാൽ അടുത്തൊരു സീസൺ നിങ്ങൾക്ക് മുമ്പിൽ തുറന്നു വരാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഞാൻ പ്രാർത്ഥനയുടെ ശൈലി പറയുമ്പോൾ 5 വിധ പ്രാർത്ഥന ശൈലികൾ, 5 വിധത്തിൽ ഭക്തന്മാർ പ്രാർത്ഥിച്ചത് ഞാൻ നിങ്ങളുടെ മുമ്പിലോട്ടൊന്ന് കൊണ്ടുവരികയാണ്. എസ്രാ പുരോഹിതൻ പ്രാർത്ഥിച്ച ആഴമാണ് ആദ്യം നാം കാണുന്നത്. ദേശത്തിൽ ജനം അനുദപിക്കുകയും ജനം മാനസാന്തരപ്പെടുകയും ഇതാ ഒരു ഉണർവിലേക്ക് ജനം വരികയും ചെയ്യുന്നത് കാണുന്നു. എസ്രായിലെ പുസ്തകം 10-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിലേക്കും 2-ാമത്തെ വാക്യത്തിലേക്കും നമ്മൾ വരികയാണ്. എസ്രാ ഇങ്ങനെ ദേവാലയത്തിന് മുമ്പിൽ വീണ് കിടന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ പുരുഷന്മാരും സ്ത്രീകളും പൈതങ്ങളുമായി ഇസ്രായേലിലൂടെ ഏറ്റവും വലിയ ഒരു സഭ അവൻ്റെ അടുക്കൽ വന്നുകൂടി. ജനവും വളരെ കരഞ്ഞു. 2-ാമത്തെ വാക്യം, അപ്പോൾ ഏലാമിൻ്റെ പുത്രന്മാരിൽ ഒരുവനായ യെഹിയേലിൻ്റെ മകൻ ശെഹന്യാവ് എസ്രായോട് പറഞ്ഞു, നാം നമ്മുടെ ദൈവത്തോട് ദ്രോഹം ചെയ്ത് ദേശനിവാസികളിൽ നിന്ന് അന്യജാതിക്കാരികളെ വിവാഹം ചെയ്തിരിക്കുന്നു. എങ്കിലും ഈ കാര്യത്തിൽ ഇസ്രായേലിന് വേണ്ടി ഇനിയും പ്രത്യാശയുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, എസ്രാ പുരോഹിതൻ ആലയത്തിന് മുമ്പിൽ വീണ് കിടന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ ദേശത്തിൽ ആ പ്രാർത്ഥനയുടെ ശക്തി പരക്കുകയാണ്. അനേകരെ വിളിച്ചു കൊണ്ടുവരുവാൻ ആ പ്രാർത്ഥനയുടെ ശബ്ദത്തിന് കഴിയുകയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഇതാ വലിയൊരു പുരുഷാരം കൂടി നിൽക്കുമ്പോൾ ജനം ഒരുമിച്ച് തീരുമാനിക്കുകയാണ്, ഞങ്ങൾ ദൈവത്തിലേക്ക് മടങ്ങി വരും. ജനം മാനസാന്തരപ്പെടുകയാണ് അവർ ചെയ്ത പാപങ്ങൾ ഏറ്റു പറഞ്ഞുകൊണ്ട്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ എസ്രാ പുരോഹിതൻ പ്രാർത്ഥിച്ചതുപോലെ ആ വീണ് കിടന്ന് പ്രാർത്ഥിക്കുവാൻ ചിലവർ തയ്യാറായാൽ നിന്റെ വീട്ടിനകത്ത് മറ്റുള്ളവർ ദൈവത്തിലേക്ക് വരാൻ പോകുകയാണ്. നിന്റെ സഭയിൽ ജനം വർദ്ധിക്കാൻ പോകുകയാണ്. ആരൊക്കെയോ എന്നോട് ചോദിക്കുന്നുണ്ട്, ഞങ്ങളുടെ സഭയിൽ എങ്ങനെയാണ് ജനത്തിന് വർധനവുണ്ടാകുന്നത്, അല്ലെങ്കിൽ ആത്മാക്കൾ
നന്മകൾ വർദ്ധിക്കുന്നത് നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ, നിങ്ങൾ വീണ് കിടന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ ആ ദേശത്തിൽ ഒരു ഉണർവ് നടക്കാൻ തുടങ്ങും. ആ ദേശത്തിൽ ഒരു വലിയ കാര്യം ദൈവം ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്നാമത്തെ പ്രാർത്ഥനയുടെ ശൈലി നിലമ്പാട് വീണ് കിടന്ന് പ്രാർത്ഥിക്കുന്ന ഇസ്രായേൽ നമുക്ക് കാണാൻ കഴിയും. അവൻ കണ്ണുനീരോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. എങ്കിൽ രണ്ടാമത്തെ ആഴം ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, എല്ലാ സഭകളിലും എല്ലാ കൂട്ടായ്മയിലും കുടുംബങ്ങളിലും ഒരു എപ്പപ്രാസ് എഴുന്നേറ്റ് വരേണ്ടത് ആവശ്യമാണ്. എപ്പപ്രാസ് ഉണ്ടെങ്കിൽ സഭയിലെ ജനം വിട്ടുമാറത്തില്ല, അവർ മുടങ്ങത്തില്ല, അവർ ദൈവഹിതത്തിൽ മുമ്പോട്ട് പോകാൻ തുടങ്ങും. അങ്ങനെ ഉണ്ടെങ്കിൽ കൊലോസി ലേഖനം 4-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരികയാണ്. നിങ്ങളിൽ ഒരുത്തനായി ക്രിസ്തുയേശുവിൻ്റെ ദാസനായ എപ്പപ്രാസ് നിങ്ങളെ വന്ദനം ചെയ്യുന്നു. നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരുമായി നിൽക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പോരാടും. എപ്പപ്രാസിൻ്റെ ആ പ്രാർത്ഥനയുടെ ആഴം നിങ്ങൾ നോക്കേ. എപ്പപ്രാസ് പോരാടി പ്രാർത്ഥിക്കുകയാണ് എന്ന് പറഞ്ഞാൽ മണിക്കൂറുകൾ ദൈവസന്നിധിയിൽ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. എപ്പപ്രാസ് പ്രാർത്ഥിക്കുന്ന ശൈലി ശ്രദ്ധിച്ചു നോക്കേ. നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ച് പൂർണ്ണ നിശ്ചയമുള്ളവരുമായി തീരേണ്ടതിനായി അവൻ പ്രാർത്ഥനയിൽ അവൻ നിങ്ങൾക്ക് വേണ്ടി പോരാടി പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഒരു ദേശത്തിൽ, ഒരു സഭയിൽ, ഒരു കുടുംബത്തിൽ എപ്പപ്രാസിൻ്റെ ആത്മഭാരമുള്ളവർ എഴുന്നേറ്റാൽ ആ സഭയിൽ നിൽക്കുന്നവർ തികഞ്ഞവരായിത്തീരും. അവർ സമാധാനത്തിലേക്ക് വരാൻ തുടങ്ങും. അവരുടെ ജീവിതത്തിനകത്ത് ഒന്നുകൂടൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ദൈവഹിതം വെളിപ്പെട്ട് വരാൻ തുടങ്ങും. ഹല്ലേലൂയ. അവരാരാധനകൾ മുടങ്ങാതാകും. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഓടാതെ ഇതാ ദൈവഹിതത്തെക്കുറിച്ച് ജനങ്ങൾക്ക് അറിവുള്ളവരായി മാറും. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ആത്മാവിനെ എങ്ങനെ വിശ്വസിക്കുന്നു, കർത്താവെ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ കുടുംബത്തിനകത്തും ഓരോ സഭകൾക്കും എപ്പപ്രാസിനെ പോലുള്ള പ്രാർത്ഥനാ വീരന്മാർ എഴുന്നേൽക്കേണ്ടതിനായിട്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ മൂന്നാമത്തെ പ്രാർത്ഥനാ ശൈലി നമ്മൾ ചിന്തിക്കുകയാണ്. എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് പൗലോസ് അപ്പോസ്തലനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നു. എൻ്റെ കൂടെ ഒന്ന് വരണമെന്ന് ഉറപ്പിക്കുന്നു. റോമാലേഖനം 15-ാം അധ്യായം അതിൻ്റെ 31-ാമത്തെ വാക്യം. ഇങ്ങനെ ഞാൻ ദൈവേഷ്ടത്താൽ സന്തോഷത്തോടെ നിങ്ങളുടെ അടുക്കൽ വന്ന് നിങ്ങളോടുകൂടെ മനം തണുക്കേണ്ടതിനും നിങ്ങൾ എനിക്ക് വേണ്ടി ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ എന്നോടുകൂടെ പോരാടണം. ഇതാ പൗലോസ് അപ്പോസ്തലൻ റോമാലേഖനത്തിൽ നമ്മോട് പറയുകയാണ്, ഞാൻ ദൈവേഷ്ടത്താൽ നിങ്ങളുടെ അടുക്കൽ വരേണ്ടതിനും മനം തണുക്കേണ്ടതിനും നിങ്ങൾ എൻ്റെ കൂടെ പ്രാർത്ഥനയിൽ പോരാടണം. എന്തിനു വേണ്ടിയാണ് നാം ഇടവിടാതെ പ്രാർത്ഥിക്കേണ്ടത്? അറിയാം. ഒന്നുകൂടെ ഞാൻ നിങ്ങളെ നോക്കി വിളിച്ചു പറയും, നിങ്ങളുടെ സഭയിലെ ആ പാസ്റ്ററിന് വേണ്ടി, അല്ലെങ്കിൽ ആ ദൈവദാസന് വേണ്ടി, ആ ദൈവദാസൻ്റെ കുടുംബത്തിന് വേണ്ടിയൊക്കെ നിങ്ങൾ പ്രാർത്ഥനയിൽ പോരാടണം. കാരണം ദൈവ ഇഷ്ടത്താൽ മനം തണുത്തുകൊണ്ടാണ് നിങ്ങളുടെ നടുവിൽ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ വ്യക്തമായ ദൂതുകൾ തിരിച്ചറിയും. ദൈവത്തിൻ്റെ ശബ്ദം നിങ്ങൾ കേൾക്കാൻ തുടങ്ങും. കാരണം എന്തെന്ന് ചോദിച്ചാൽ ഈ പ്രാർത്ഥനയുടെ പോരാട്ടം നിങ്ങൾ തിരിച്ചറിയേണ്ടത് ആ ദേശത്തിൽ എതിരുകളുണ്ട്. അതിൻ്റെ 30-ാമത്തെ വാക്യമാണ് അതിൻ്റെ ആഴം. എന്നാൽ സഹോദരന്മാരെ, യഹൂദയിലെ അവിശ്വാസികളുടെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കേണ്ടതിനും യെരൂശലേമിലേക്ക് ഞാൻ കൊണ്ടുപോകുന്ന സഹായം വിശുദ്ധന്മാർക്ക് പ്രസാദമായി തീരേണ്ടതിനും ഇങ്ങനെ ഞാൻ ദൈവേഷ്ടത്താൽ സന്തോഷത്തോടെ നിങ്ങളുടെ അടുക്കൽ വന്ന് നിങ്ങളുടെ കൂടെ മനം തണുക്കേണ്ടതിന് നിങ്ങൾ എനിക്ക് വേണ്ടി ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ എന്നോടുകൂടെ പോരാടണം. അപ്പോൾ ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കേണ്ടതിനായിട്ട്, അല്ലെങ്കിൽ യഹൂദയിലെ അവിശ്വാസികളുടെ കയ്യിൽ നിന്ന് പൗലോസ് അപ്പോസ്തലനെ വിടുവിക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥനയിൽ പോരാടണം. അപ്പോൾ ദേശത്തിൽ നിൽക്കുന്ന ജാതീയ ശക്തികളിൽ നിന്ന് നിങ്ങളെയും നിങ്ങളുടെ ദൈവദാസനെയും നിങ്ങളുടെ കുടുംബങ്ങളെയും വിടുവിക്കേണ്ടതിനായി നാം പ്രാർത്ഥനയിൽ പോരാടേണ്ടത് ആവശ്യമാണ്. പ്രാർത്ഥനയിൽ പോരാടണമെന്ന് പറയുമ്പോൾ തന്നെ അറിയാം, പ്രാർത്ഥനയുടെ ശൈലികൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എഫെസ്യ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 14,